ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 13 പവന്റെ സ്വർണ്ണദണ്ഡ് കാണാതായത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം ഏകദേശം പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്നും കൃത്യമായി തന്നെ പ്രതിയിലേക്കുള്ള എല്ലാ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് നമുക്ക് നൽകുന്ന സൂചന. പ്രതി ആരാണെന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 13 പവന്റെ സ്വർണ്ണദണ്ഡാണ് ഈ കള്ളൻ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. ശ്രീകോവിലിന് മുന്നിലെ വാതിൽ സ്വർണം പൊതിയാൻ കരുതിയിരുന്ന ദണ്ഡുകളിൽ ഒന്നാണ് ഇന്നലെ കാണാതായത്. മോഷണമാണോ എന്ന് വ്യക്തമല്ല എന്ന് പറയുമ്പോഴും അക്ഷരാർത്ഥത്തിൽ മോഷണമാണ് എന്ന് ആരാണ് പറയാൻ മടിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കാരണം മോഷണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ നിയമലംഘനങ്ങൾ അവിടെ നടന്നു എന്ന് പുറത്തറിയുമെന്ന് ഭയന്നിട്ടാണോ ഇത് എന്നറിയില്ല. ഭഗവാന്റെ സ്വത്ത് സമ്പത്തുകളൊക്കെ തന്നെ അടിച്ചു മാറ്റാൻ ധൈര്യമുള്ളവർ ആരാണ് എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. ക്ഷേത്രം അധികൃതർ നൽകിയ പരാതിയിൽ ഫോർട്ട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ശ്രീകോവിലിന് മുന്നിലെ വാതിലിൽ പഴയ സ്വർണ്ണ തകിട് മാറ്റി പുതിയത് പൊതിയുന്ന ജോലികൾ നടന്നു വരികയായിരുന്നു. ബുധനാഴ്ച താൽക്കാലികത്തേക്ക് നിർത്തിവെച്ച ജോലി ഇന്നലെ പുനരാരംഭിച്ചപ്പോഴാണ് സ്വർണ്ണ ദണ്ഡുകളിൽ ഒന്ന് കാണാതായതായി ശ്രദ്ധയിൽപ്പെട്ടത്. പോലീസും ക്ഷേത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരും പകൽ മുഴുവനും പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ക്ഷേത്രത്തിലെ നിർമ്മാണ ആവശ്യത്തിനുള്ള സ്വർണം സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുന്നത്. പണിക്കായി പുറത്തെടുക്കുമ്പോഴും തിരികെ വെക്കുമ്പോഴും സ്വർണം തൂക്കി തിട്ടപ്പെടുത്തി എത്രത്തോളം ഉണ്ട് എന്ന കൃത്യമായ കണക്കുകൾ എഴുതി വെച്ചതിന് ശേഷം മാത്രമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മഹേഷ് വാതിൽ പൂട്ടാറുള്ളത്. ശ്രീകോവിലിലെ അനന്തശയന വിഗ്രഹത്തിന് മുന്നിൽ ശിരസ്, ഉടൽ, പാദം എന്നിവ തൊഴാൻ 3 വാതിലുകളാണ് ഉള്ളത്. ഇവയിൽ ആദ്യത്തെ നടയിലെ വാതിലിന്റെ പഴയ സ്വർണ്ണ തകിടാണ് മാറ്റി പുതിയ സ്വർണ്ണ തകിടാണ് ചേർക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇതിനായി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പുറത്ത് എടുത്തിരുന്നു. ബുധനാഴ്ചത്തെ ജോലിക്ക് ശേഷം സ്വർണം തൂക്കി മുറിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ രാവിലെ ജോലി തുടരാനായി പുറത്തെടുത്ത സ്വർണം തൂക്കി നോക്കി കണക്കെടുത്തപ്പോഴാണ് ദണ്ഡ് നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. സ്വർണ്ണ തകിട് വിളക്കി ചേർക്കാനുള്ള കെമിക്കൽ ചേർന്നതാണ് കാണാതായ സ്വർണ്ണദണ്ഡ്. ശ്രീകോവിലിന് മുന്നിലെ ഒറ്റക്കൽ മണ്ഡപത്തിലാണ് വാതിലിന്റെ ജോലികൾ നടന്നത്. ജോലി നടക്കുന്ന സ്ഥലം ഉൾപ്പെടെ ക്ഷേത്ര പരിസരം CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിൽ തന്നെയാണ്. CCTV ക്യാമറ വെട്ടിച്ച് എങ്ങനെയാണ് ദണ്ഡ് പോയത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. പഴുതടച്ച സുരക്ഷ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടും ഭഗവാനെ കാണാനെത്തുന്ന ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന പഴുതടച്ച സുരക്ഷ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഭഗവാന്റെ ഇത്തരത്തിൽ വിലപിടിപ്പുള്ള സ്വർണ്ണ ദണ്ഡുകൾ മോഷണം പോയി എന്ന ചോദ്യം ആവർത്തിച്ച് ഉയരുകയാണ്. ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ചുമതലയിലുള്ള പോലീസിന്റെയും സാന്നിധ്യത്തിലാണ് ദിവസവും സ്വർണം പുറത്തെടുത്ത് നോക്കിയിരുന്നത്. സ്വർണം സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിനുള്ളിലെ പെട്ടിയുടെ താക്കോലും അകത്ത് ഒരു വാതിലിന്റെ താക്കോലും ജീവനക്കാരുടെ കൈവശവും സ്ട്രോങ് റൂമും പുറമേ നിന്ന് പൂട്ടുന്ന താക്കോൽ പോലീസിന്റെ കൈവശവുമാണ് സൂക്ഷിക്കുന്നത്. സ്ട്രോങ് റൂം ഇരുട്ടായതിനാൽ തന്നെ ദണ്ഡ് താഴെ വീണത് സ്ഥാനം മാറിയിരിക്കുകയാണോ എന്ന പരിശോധനയും നടന്നു വരികയാണ്. ക്ഷേത്ര പരിസരത്തെ CCTV ദൃശ്യങ്ങളുടെ പരിശോധനയും നടക്കുന്നുണ്ട്. എന്തായാലും ഈ ദണ്ഡ് ഈ ഇരുട്ടുള്ള സ്ട്രോങ് റൂമിനകത്ത് ഈ ദണ്ഡ് മാത്രം എങ്ങനെ കാണാതായി പോയി എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ കാണാതാവുകയാണെങ്കിൽ ദണ്ഡ് സ്ഥാനം മാറി താഴേക്കെങ്ങാനും വീണാണ് കിടക്കുന്നത് എങ്കിൽ അത് ഈ പുറം ലോകം കാണാനില്ല എന്ന് അറിയുന്നത് ശ്രീകോവിലിനും അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും സ്വർണ്ണദണ്ഡ് കാണാണ്ടായി എന്ന പുറം ലോകം അറിയുന്നതിന് മുന്നേ തന്നെ അത് അത്യാധുനിക സൗകര്യമുള്ള ലൈറ്റ് സംവിധാനം ഒക്കെ തന്നെ ഉപയോഗിച്ച് കണ്ടുപിടിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എവിടെ പോയി ഈ ദണ്ഡ് എന്ന ചോദ്യം ഉയരുന്നു. എന്തായാലും കള്ളൻ കപ്പലിൽ തന്നെയാണ് ആവർത്തിച്ച് കാണുന്നവരെല്ലാവരും തന്നെ പറയുന്നത്.